അമ്മാവോ, താൻ ഇന്നും പതിവ് പോലെ 2 മിനിറ്റ് ലേറ്റാ. ഇനി ഇതുപോലെ ലേറ്റായ തന്നെ 2 മാസത്തെ സാലറി ഞാൻ കട്ട് ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ, ഇനി വേഗം ചെന്ന് ന്യൂസ് പേപ്പർ വാങ്ങിക്കോട്ട് പോ. ഇന്ന് പത്രം കൊണ്ടുവരുന്നവൻ ഇങ്ങോട്ട് വന്നില്ല. ഓ, അയ്യോ ബല്ല സാറേ, എന്റെ സ്കൂട്ടറിൽ പെട്രോൾ ഒന്നും ഇല്ല. പെട്രോൾ അടിക്കാനേ കാശ് ഇങ്ങോട്ട് താ. എന്തോ പെട്രോൾ അടിക്കേണ്ട കാശ് ഞാൻ തരണമെന്നോ? കാശ് മരത്തിലൊന്നും ഉണ്ടാവൂല. ഓ, താനൊരു കാര്യം ചെയ്, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സൈക്കിൾ എടുത്തോണ്ട് പോ. പക്ഷെ സൂക്ഷിച്ചു പോണം കേട്ടോ. ഇത് 100 വർഷം പഴക്കമുള്ളതാ. മാത്രമല്ല ഒരു പുരാവസ്തുവാണെന്ന പേരിൽ അതിന്റെ വില 1 കോടി അറിയാമോ? ഓ, എന്താ 1 കോടിയോ? പേടിക്കണ്ട സാറേ, ഞാനത് നന്നായിട്ട് നോക്കിക്കോളാം. എന്റെ പിശുക്കം കിട്ടിയവൻ പല്ലേനെ ഒന്നിനും കൊള്ളാത്ത തകര സൈക്കിളിന് ആന്റിക്ക് പീസാന്നും പറഞ്ഞ് 1 കോടിയല്ലേ ചോദിക്കുന്നത്. ആരെങ്കിലും വിവരമുള്ളവർ ആ സൈക്കിളിന് 100 രൂപ കൂടുതൽ കൊടുക്കില്ല. തന്നെ സത്യം പറഞ്ഞ ഈ ബല്ല തന്നെയാണ് ശരിക്കും ഒരു ആന്റിക്ക് പീസ്. ആരോട് പറയരുതേ, അവിടുന്ന്. മോനെ അനന്തരവ, ഞാൻ ഈ സൈക്കിളിന്റെ അടുത്ത് തന്നെ ഇവിടെ നിന്നോളാം. നീ ആ കാണുന്ന കടയിൽ ചെന്ന് ന്യൂസ് പേപ്പർ വാങ്ങിച്ചോണ്ട് വാ. റോഡ് ക്രോസ് ചെയ്യുമ്പോ നോക്കി ക്രോസ് ചെയ്യണേ. സൈക്കിളോ, നല്ലൊരു അവസരമാണല്ലോ. ഓയ് ചേട്ടാ, ഒന്ന് സഹായിക്കോ? ഈ വൈക്കോലൊന്ന് വണ്ടിയിലോട്ട് കയറ്റാനൊന്ന് കൈവച്ച് സഹായിക്കോ? പിന്നെന്താ, ഞാൻ സഹായിക്കാലോ. ഒരു മനുഷ്യനല്ലേ മറ്റൊരു മനുഷ്യനെ സഹായിക്കേണ്ടത്. ഞാൻ സഹായിക്കാം. നന്ദിയുണ്ട് ചേട്ടാ, നന്ദിയുണ്ട്. എന്നാ പിന്നെ പോയാലോ മാമ? ആ മാമ, സൈക്കിൾ ഇതെവിടെ പോയി? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ സൈക്കിള് കിട്ടിയില്ലെങ്കിൽ ബല്ലാ സാറിന്റെ ജോലിന്ന് തൂക്കിയെടുത്ത് പുറത്ത് കളയും. അയ്യോ, ദേ ബല്ലാ സാറിന്റെ ഫോണും വന്നു. ഞാനിനി എന്ത് പറയും? നിങ്ങൾ രണ്ടുപേരും പേപ്പർ എടുക്കാൻ പോയതാണോ അതോ അച്ചടിക്കാൻ പോയതാണോ? ഇത്രയും നേരമായിട്ട് എന്താ തിരിച്ചു വരാത്തത്? അത് പിന്നെ ബല്ലാ സാറേ, പേപ്പറൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പക്ഷെ സാറിന്റെ സൈക്കിള് കാണാതെ പോയെന്നേ. എന്താ? എന്റെ 1 കോടിയുടെ സൈക്കിൾ കാണാതായെന്നോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ആ സൈക്കിൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ 1 കോടി തുല്യമാകുന്നത് വരെ താൻ ഇവിടെ ശമ്പളമില്ലാതെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യേണ്ടി വരും. പറഞ്ഞത് കേട്ടോ, ഫ്രീ ആയിട്ട്. അനന്തരവാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ കാശില്ലാതെ ബല്ലാ സാറിന്റെ അടുത്ത് ജോലി ചെയ്യേണ്ടി വരുമെന്ന്. മാമൻ കരച്ചിലൊന്ന് നിർത്ത്. നമ്മള് കൊലകുമ്പന്മാരെ മുട്ടുകുത്തിക്കുന്നവരാ. ഈ കള്ളനെ പിടിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ആദ്യം പോലീസ് മാഡത്തിന് വിവരം അറിയിക്കണം. എന്നിട്ട് സഹായത്തിന് കോജി അങ്കിളിനെ വിളിക്കാം. ഹലോ പോലീസ് മാഡം. എടാ ബഹദൂറെ, കാണാരാ വണ്ടി ചവിട്ട് ചവിട്ട് അമ്മാവനും അനന്തരവന് നിൽക്കുന്നാണ്ടാ. ഓഹോ, കള്ളനെവിടെ? എവിടെ? ഇപ്പൊ തന്നെ പിടിച്ചെനിക്ക് അവനെ അകത്തിടണം. അയ്യോ പോലീസ് മാഡം, കള്ളൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അറിയാമെങ്കിലും മാഡത്തിന് വിളിക്കില്ലല്ലോ. ഈ ഖോജിന്റെ ബുദ്ധിയും അനന്തരവന്റെ കഴിവിനെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. നീ ഫോണിൽ പറഞ്ഞ കാര്യമാണെങ്കിൽ അതിനുവേണ്ടി ഈ ഡോഗ് കറക്റ്റാണ്. ഇതൊരു റോബോട്ടിക് ഡോഗാണ്. മോഷണപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിനെ കൊണ്ടൊന്ന് മണപ്പിച്ചാൽ മതി, അത് ഒറ്റയടിക്ക് കണ്ടുപിടിക്കുന്നതാണ്. മാമ ഒന്ന് ഓർത്ത് നോക്ക്, ഇവിടെ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു ട്രക്കുകാരൻ ട്രക്കിൽ വൈക്കോല് നിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി ചിലപ്പോ അയാള് ട്രക്കിലേക്ക് സൈക്കിൾ എടുത്തിട്ട് പോയി കാണും. ഇതിന്റെ മണം പിടിപ്പിച്ച് ഡോഗിയെ കൊണ്ട് സെർച്ച് ചെയ്യിപ്പിക്കാം. ഡോഗി സെർച്ച്, സെർച്ച് ഡോഗി. ഡോഗി സെർച്ച്. ഓയ് ഒന്ന് നിക്കേ, ഇതെന്റെ സ്കൂട്ടറാണ്, അല്ലാതെ പട്ടൊന്നും അല്ല. എടക്കണാരെ, എന്തുട്ടാണ് ഈ കാണുന്നത്? ഇതെന്തുട്ടാണ് പട്ടം പറപ്പിക്കണ? അയ്യോ അനന്തരവാ, ഈ ഡോഗിനെ ഇതിൽ കെട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല. ഇവനെ അഴിച്ചുവിടുന്നതാ നല്ലത്. എട ബഹദൂറെ, കാണാര ചവിട്ടറാ, ബ്രേക്ക് ചവിട്ട് ചവിട്ട്.
ഔ. ഇൻസ്പെക്ടർ മാഡം എന്തു പറ്റി? എന്താ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ തൊഴുത്ത് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം. വല്ലേ അമ്മാവനും കൂടി അങ്ങോട്ട് ചെല്ല്, നോക്കിട്ട് വാ. ഓക്കേ. ഇദ്ദേഹത്തിന്റെ സൈക്കിള് കാണാതായിരിക്കാം, അതാ നോക്കണേ. അയ്യോ, ഞങ്ങളുടെ കയ്യിൽ 50 സൈക്കിളുണ്ട്. പിന്നെന്തിനാ ഞങ്ങളെ മോഷ്ടിക്കുന്നേ? ഇവിടെ എങ്ങും ഇല്ല. ഐഡിയ. മാമാ, ഇനി നമ്മളാ ഇംഗ്ലീഷുകാരോട് എന്ത് പറയും? അവര് നാളെ 1 കോടിക്ക് സൈക്കിള് മേടിക്കാൻ വരുമല്ലോ. എന്താ 1 കോടിക്ക് എന്റെ സൈക്കിൾ വിൽക്കാൻ പോവായിരുന്നോ? ആ സൈക്കിൾ ഓൾഡ് മ്യൂസിയത്തില് വെക്കാനുള്ളതാ. എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞേ? അങ്കിളിന് സർപ്രൈസ് തരാണ്ടിരുന്നതാ. അയ്യോ, ഇനി നാളെ അവരോട് നമ്മൾ എന്ത് മറുപടി പറയും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വരൂ, ഇനി വീട്ടിലേക്ക് പോകാം. നഗരം മുഴുവൻ അന്വേഷിക്കാൻ ഏർപ്പാടാക്കാം. കള്ളനെ പിടികൂടിയേ മതിയാവും. നാളെ കാലത്ത് സായിപ്പ് വരുമ്പോ സൈക്കിള് മുമ്പിലുണ്ടാവും. 1 കോടി വിലയുള്ള സൈക്കിളോ? വിദേശികള് വന്നിട്ടുണ്ട്. ആദ്യം അവരൊന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് ആ സൈക്കിളൊക്കെ വെറ്റി കളയാം. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. You want a 100-year-old cycle? Antique cycle? എന്റെ കയ്യിൽ have that cycle. Yes, we want. Where is cycle? Come, ഇങ്ങോട്ട് come. കിട്ടിപ്പോയി, സൈക്കിള് കിട്ടിപ്പോയി. 2 കോടികൾ തരണം, 2 കോടികൾ. 2 കോടിയോ? എന്നിട്ടാ ഡയറക്റ്റ് ഡബിൾ? നിക്ക്, ഞാൻ തരാൻ 2 കോടി. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിൽ നിന്നും നിനക്കൊന്നും രക്ഷയില്ല. ഓ, എന്നെ കൊടുക്കാനുള്ള തന്ത്രമായിരുന്നല്ലേ? പക്ഷേ ഈ ലല്ലനെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മോനെ സോണിയ, എടാ മോനെ സോണിയ, അവരെ പോയി നല്ലൊരു പാഠം പഠിപ്പിക്കേ. എന്റെ സൈക്കിൾ എനിക്ക് കിട്ടി. വരൂ വരൂ, ഞങ്ങളെ ഒന്ന് പിടിക്കേ. കാണാരോ, നിന്നെ അല്ലടാ വിളിച്ചത്. പോത്ത് കാണാരോ. അതെ മാഡം, ഇന്ന് മാഡം പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇടി മേടിച്ച് കൂട്ടുകയാണല്ലോ. അതെ ബല്ല സാറേ, സാറൊന്ന് മാറി നിൽക്കേ. സാറ് ബോസല്ലേ, ഞാൻ ഇടിച്ചോളാം. സാറിനൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. സോറി ബല്ല സാറേ, സാറിങ്ങനെ ഇടയ്ക്ക് കയറല്ലേ.
എടോ താൻ അവന്മാരെ പോയി തല്ലടോ എന്നെ എന്തിനാ? അതേ ലല്ലൻ ചേട്ടാ, ഇങ്ങോട്ടായി പോകുന്നേ. അയ്യോ. ഇതെന്ത് കുന്തവാ? അതെ, ഇത് ഞങ്ങളുടെ മാഡത്തിന്റെ കിടിലൻ സ്റ്റൈൽ അല്ലയോ? ആ ജയിലിലോട്ട് പോവാം. അവിടെ ചെന്ന വേറെ സ്റ്റൈലുകൾ കാണാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? ആ പെർഫെക്റ്റ് ഓക്കേ.